ഇന്ന് നമുക്ക് ഇടിച്ചക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇന്ന് ചിക്കൻ വെക്കുന്നത് പോലെ എങ്ങനെ ഇടിച്ചക്ക ഫ്രൈ ആക്കാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇടിച്ചക്ക തൊലി കളഞ്ഞ് നല്ല കുറച്ച് വലിപ്പമുള്ള കഷ്ണമാക്കണം. നമ്മൾ ഫ്രൈ ഒക്കെ ആക്കുമ്പോൾ കുറച്ച് ചിക്കനൊക്കെ കുറച്ച് നല്ല കഷ്ണമാക്കുക. അതുപോലെ കുറച്ച് വലിപ്പമുള്ള കഷ്ണമാക്കിയിട്ട് മുറിച്ച് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടൊന്ന് വേവിക്കണം. വലിയ ഉള്ളി 2 എണ്ണം, 2 പച്ചമുളക്, ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകമാണിത്, പെരിഞ്ജീരകം, വെളുത്തുള്ളി ചീന്തി വെച്ചത്, ഒരു തക്കാളി, ഇഞ്ചി വലിയ കഷ്ണാക്കിയിട്ട് അരിഞ്ഞ് വെച്ചതാണ് ഇഞ്ചി, ഒരു നുള്ള് നല്ല ജീരകം, സവാള, പച്ചമുളക്, പെരിഞ്ജീരകം, വെളുത്തുള്ളി, തക്കാളി ഒന്നും ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഇഞ്ചി, ഒരു തക്കാളി സോസാക്കിയത്, പിന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില. ഇതെല്ലാമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. വെച്ച് ഇഞ്ചി ഒന്ന് ബ്രൗൺ കളർ വഴറ്റിയെടുത്ത് നല്ല ജീരകം പെരിഞ്ജീരകം ഇട്ട് അതൊന്ന് ഇളക്കി വെളുത്തുള്ളി ഇട്ട് അതൊന്ന് അതിൽ വഴറ്റി സവാള ഇതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, വറുത്ത മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്തിരി മതി, മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ഇട്ടിട്ട് ഈ വഴറ്റിയ സവാളയിൽ ഇട്ടിട്ട് ഒന്നും പാടെ നല്ലോണം മൂപ്പിക്കണം. നമ്മൾ മൂപ്പിച്ച സവാള നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ചക്കയില്ലേ, കുക്കറിൽ വേവിച്ച ചക്കയിലേക്ക് ആ വഴറ്റിയ സവാള, മുളക് പൊടി എല്ലാം പാടിട്ട് വഴറ്റിയ സവാള എല്ലാം പാടെ നമ്മൾ ഈ വേവിച്ച് വെച്ച ചക്കയിലേക്ക് ചേർത്തിട്ട് അതൊന്ന് തിളച്ചിട്ട് നമ്മൾ വെള്ളം നോക്കുക, പാകത്തിന് വെള്ളം ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ തക്കാളി സോസ് ആക്കിയതല്ലേ, അതും ഒഴിച്ച് കൊടുത്ത് അതൊന്ന് തിളച്ചിട്ട് അത് ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഉപ്പ് നേരത്തെ ചക്കയിൽ ഇട്ട് വേവിച്ച ചക്കയാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച ഇടിച്ചക്കയാണ്. അപ്പോൾ അതിൽ ഉപ്പ് പിന്നെ ആവശ്യത്തിന് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ ഉപ്പ് അധികം ആയിട്ടുണ്ടെങ്കിൽ വെച്ചിട്ട് സവാളയിലൊന്നും ചേർത്തിട്ടില്ല. അപ്പം പിന്നെ വഴറ്റിയ സവാളയൊക്കെ ഇട്ട് കുക്കറിൽ വേവിച്ച് വെച്ച ചക്കയിലേക്ക് ഇട്ടിട്ട് പാകത്തിന് ഉപ്പ് ചേർക്കുക, തക്കാളീൻ്റെ സോസ് ചേർക്കുക, പിന്നെ മല്ലിയില, കറിവേപ്പില, മല്ലിയില മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ടെടുത്ത് നമുക്ക് ഒന്നിളക്കി പട്ട, ഗ്രാമ്പൂവിൻ്റെ പൊടി അത് പൊടിച്ച് വെച്ചത് ഒരു നുള്ള് ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതാ നമ്മുടെ ചക്ക ഫ്രൈ.